ഇൻഡസ് മീഡിയ എന്ന് പറയുന്ന സ്ഥാപനത്തിലെ ഡയറക്ടറാണ്. ഒപ്പം തന്നെ കേരള ലൈഫ് എന്ന മാഗസിൻ്റെ ചീഫ് എഡിറ്ററാണ്. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരെ കാണാൻ ആഗ്രഹിച്ചത് ഇൻഡസ് മീഡിയ നടത്താൻ ഉദ്ദേശിക്കുന്ന ഒരു ഈവൻറ്റിനെ കുറിച്ച് സംസാരിക്കാനാണ്. കേരളത്തിൽ ഇതുവരെ ആരും അറ്റൻഡ് ചെയ്തിട്ടില്ലാത്ത തരത്തിൽ ഒരു ഈവൻ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ആ പ്രസ് ഇൻവൈറ്റിൽ നിന്ന് അറിഞ്ഞിട്ടുണ്ടാവും. മിസ്റ്റർ താടിക്കാരൻ എന്നാണ് ആ ഈവൻ്റെ പേര്. കേരളത്തിലെ ഏറ്റവും മികച്ച താടിക്കാരെ കണ്ടെത്താനുള്ള ഒരു മത്സരമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇതിപ്പോൾ നാഷണൽ തലത്തിലും ഇൻ്റർനാഷണൽ തലത്തിലുമൊക്കെ പലപ്പോഴും നടക്കാറുള്ളതാണ് ഈ ബിഎഡ് ചാമ്പ്യൻഷിപ്പ്. കേരളത്തിലിത് വളരെ സംഘടിതമായ രീതിയിൽ അധികം നടന്നിട്ടില്ല. ഇതിനു മുമ്പ് അല്ലാത്ത ചില ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്, മത്സരങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ പങ്കെടുത്ത ആൾക്കാരാണ് നമ്മളിന്നിപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. നിങ്ങൾക്ക് വേദിയിരിക്കുന്ന ആളിനെ ഞാൻ പരിചയപ്പെടുത്താം. ഒന്ന് അദ്ദേഹം ക്രിസ് വേണുഗോപാൽ. അദ്ദേഹം നിങ്ങൾക്ക് അറിയുന്ന ആൾ തന്നെ ആയിരിക്കണം, മുഖപരിചയം ഉണ്ടാവും. അദ്ദേഹമാണ് ഈ ഈവൻറ്റിൻ്റെ മെൻറ്റർ, ഒപ്പം ഗ്രൂമർ ഒക്കെ ആയിട്ട് നമ്മളോടൊപ്പം ഇതിൻ്റെ ചർച്ച തുടങ്ങിയ സമയം മുതൽ നമ്മോടൊപ്പം സഹകരിക്കുന്നതാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ജഡ്ജിങ് പാനലായിരിക്കും ഇത് നിശ്ചയിക്കുക. അതിൻ്റെ ചർച്ചകൾ കഴിഞ്ഞ കുറേ കാലമായി, കുറേ മാസങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ അവസാനമാണ് ഇത് അനൗൺസ് ചെയ്യാം എന്ന് തീരുമാനിച്ചത്. അദ്ദേഹത്തോടൊപ്പം ഇരിക്കുന്ന ആളുകൾ ഈ ബിഎഡ് ആയി ബന്ധപ്പെട്ട 2 അസോസിയേഷനുകളുണ്ട്. ഒരു കേരള ബിഎഡ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് വളരെ സജീവമായി പ്രവർത്തിക്കുന്ന 2 സംഘടനകൾ, ഒന്ന് ബിഎഡ് ക്ലബ്ബും പിന്നൊന്ന് കേരള ബിഎഡ് സൊസൈറ്റിയാണ്. അതിൽ കേരള ബിഎഡ് സൊസൈറ്റിയുടെ ആളായിട്ട് നമ്മളെടുത്ത് നിർത്തിയിരിക്കുന്നത് അഫ്സലാണ്, അഫ്സൽ റഹീം. അദ്ദേഹം ബിഎഡ് സൊസൈറ്റി വളരെ പ്രധാനപ്പെട്ട ഈ രംഗത്തുള്ള ഒരു ഇതാണ്. അദ്ദേഹം തിരുവനന്തപുരത്തെ ട്രഷററാണ്, ഒപ്പം സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമാണ്. അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന ആൾ മനു ഓവി. അദ്ദേഹം ബിഎഡ് ക്ലബിനെ പ്രതികരിച്ചാണ് എത്തിയിരിക്കുന്നത്. അദ്ദേഹം മുമ്പ് നടന്ന സംസ്ഥാന മത്സരത്തിൽ നീളമുള്ള താടിക്കുള്ള 2ാം സ്ഥാനം നേടിയ ആളാണ്. അദ്ദേഹത്തിൻ്റെ സ്ഥാപനവും നമ്മളോടൊപ്പം സഹകരിക്കുന്നു. അതുപോലെ തന്നെ രാജ്കുമാർ, അദ്ദേഹം കേരള ബിഎഡ് സൊസൈറ്റിയുടെ ക്ലബിൻ്റെ ആളാണ്. അദ്ദേഹം അവർ പ്രതികരിച്ചാണ് എത്തിയിരിക്കുന്നത്. പിന്നെ നമ്മളോടൊപ്പം ഇത് അസോസിയേറ്റ് ചെയ്യുന്ന ലിമാക്സ് അഡ്വർടൈസിങ്ങിൻ്റെ സ്ഥാപകനായ MD ആയിട്ടുള്ള ശ്രീ മുജീബും ഇന്ന് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്ന് ഇതിനെക്കുറിച്ച് വിശദീകരിച്ചതിന് ശേഷം ആ ലോഗോ റിലീസാണ് ഉദ്ദേശിക്കുന്നത്. മത്സരത്തെക്കുറിച്ച് ബ്രീഫായിട്ട് പറഞ്ഞാൽ 3 കാറ്റഗറിയിലായിരിക്കും നമ്മൾ ജനറൽ പബ്ലിക്കിന് വേണ്ടിയിട്ട് മത്സരം നടത്തുന്നത്. ഒന്ന് ലോങ് ബിയേഡ്, പിന്നെ ഗ്രൂംഡ് ബിയേഡ്, പിന്നെ സോൾട്ട് ആൻഡ് പെപ്പർ. ഈ 3ത്തിൽ നിന്ന് നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അത് ജനറൽ പബ്ലിക്കിന് വേണ്ടിയിട്ട് നടത്തുന്ന മത്സരമാണ്. അപ്പോൾ നമ്മളിതിൻ്റെ രജിസ്ട്രേഷനാണ്, നാളെ മുതൽ ഇതിൻ്റെ രജിസ്ട്രേഷൻ തുടങ്ങുകയാണ്. രജിസ്ട്രേഷനിൽ വരുന്ന എണ്ണം മനസ്സിലാക്കിയിട്ട് വളരെ കൂടുതൽ രജിസ്ട്രേഷൻ വരികയാണെങ്കിൽ നമ്മൾ 3 സോണുകളിലായിട്ട്, തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് 3 സോണുകളിലായി ഇതിൻ്റെ പ്രാഥമിക മത്സരം നടത്തും. അതിനുശേഷം തിരുവനന്തപുരത്ത് ഇതിൻ്റെ ഫൈനൽ മെഗാ ഈവൻറ്റ് നടത്തും. നിങ്ങൾ തന്ന പ്രസ് നോട്ടിലും ആ ബ്രോഷറിലും ഇതെല്ലാം വിശദമായി പറയുന്നുണ്ട്. പ്രൈസ് മണി ഉണ്ടാവും. അത് പ്രൈസ് മണി എത്രത്തോളം എന്ന് തീരുമാനിച്ചിട്ടില്ലെങ്കിലും സാധാരണഗതിയിൽ നടക്കുന്ന നാഷണൽ മത്സരങ്ങളുടെ പ്രൈസ് മണിക്ക് അനുയോജ്യമായ തരത്തിൽ തന്നെ പ്രൈസ് മണി നിശ്ചയിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനു പുറമെ കേരളത്തിലെ നിയമസഭാ സാമാജികരിൽ താടിക്ക് പ്രാധാന്യം കൊടുത്ത് കൃത്യമായി നടത്തുന്ന 2 MLA-മാർക്ക് നമ്മൾ പ്രത്യേക പുരസ്കാരം കൊടുക്കുന്നുണ്ട്. അത് സ്പീക്കറുടെ നേതൃത്വത്തിൽ അത് സെലക്ട് ചെയ്യണം എന്ന് ഞങ്ങൾ സ്പീക്കറോട് അഭ്യർത്ഥിച്ചു. അദ്ദേഹം അത് ഏറ്റിട്ടുണ്ട്. അദ്ദേഹം അതിനനുസരിച്ചൊരു പാനൽ തയ്യാറാക്കി തരും. അങ്ങനെ 2 പുരസ്കാരം നമ്മൾ MLA-മാർക്ക് നൽകുന്നുണ്ട്. പിന്നെ മാധ്യമപ്രവർത്തകരെ ഒഴിവാക്കുന്നില്ല. ഭംഗിയായി താടി മെയിൻറ്റെയിൻ ചെയ്യുന്ന 2 കാറ്റഗറിയിൽ പെടുന്നു. അതായത് ലോങ് ബിയേഡും ഗ്രൂംഡ് ബിയേഡും ആ സെക്ഷനിൽ പെടുന്ന 2 പേർക്ക് അതിൽ ചില ആവശ്യം വന്നിട്ടുണ്ട്, സോൾട്ട് ആൻഡ് പെപ്പറുകാരെയും പരിഗണിക്കണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആ കാറ്റഗറിയിൽ പെടുന്നവർക്ക് പ്രത്യേക പുരസ്കാരം നൽകുന്നു. അതൊരു മത്സരമായിട്ടല്ല നടത്തുന്നത്. നമ്മളത് എൻട്രീസ് ഇൻവൈറ്റ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് സെലക്ട് ചെയ്യും. അത് പത്രപ്രവർത്തക യൂണിയൻ്റെ സംസ്ഥാന നേതാക്കന്മാരും നമ്മുടെ ജഡ്ജിങ് പാനലുള്ള ആൾക്കാരും കൂടെ ചേർന്നിട്ടായിരിക്കും ആ സെലക്ഷൻ നടത്തുക.
ഇതാണ് നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ രത്ന ചുരുക്കം എന്ന് പറയുന്നത്. ഇതിൻ്റെ മെൻറ്ററായിട്ടുള്ള ശ്രീ ക്രിസ് വേണുഗോപാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങളോട് സംസാരിക്കും.